ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിത് വന്നിട്ടുള്ളത് ചായക്കടയിലും മറ്റും കിട്ടുന്ന ഉണ്ടംപൊരി അഥവാ ബോണ്ടയുടെ റെസിപ്പി ആയിട്ടാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ തരിക, സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടെ തരിക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ടൊരു 3/4 കപ്പ്, അതായത് ഏകദേശം 200 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. അതൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഉരുക്കാനായിട്ട് വയ്ക്കാം. പിന്നെ ഒരു മിക്സിയിൽ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4, ഇത് പാളയത്തോടൻ പഴമാണ്, ചെറുപഴം, പാളയത്തോടൻ പഴം ആണ് ഏറ്റവും നല്ലത്. ഇതിന് ഒരു 4 ചെറുതായിട്ടുണ്ട്, 4 വലുതാണെങ്കിൽ 2 എടുത്താൽ മതി. ഇത് ചെറിയ പഴമാണിത്, അതുകൊണ്ട് 4 പാളയത്തോടൻ പഴം ചെറുതായിട്ട് നുറുക്കിയിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടുന്നത് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശർക്കര ചേർക്കുന്നുണ്ട്, എന്നാലൊരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയോടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്, അത് തണുത്ത് വന്നിട്ടുണ്ട്. അതിൽ പകുതിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം, മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിൽ പിന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ അതിൽ 1/2 കപ്പ് മൈദ മാവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി മാത്രമോ മൈദ മാവ് മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ. പിന്നെ അതിൽ അല്പം ഉപ്പും 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണോളം ജീരകം, അതൊന്ന് കൈ കൊണ്ടൊന്ന് ഞരടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മൈദ മാത്രമായിട്ട് ചെയ്യാം, ഗോതമ്പ് പൊടി മാത്രമായിട്ട് ഈ ബോണ്ട ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് ശർക്കരയും പഴവും കൂടെ അരച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല ഒത്തിരി ലൂസും ആയിട്ടിരിക്കണം. നമുക്ക് ചപ്പാത്തി മാവ് പോലെയൊന്നും ആവില്ല. അത് ഞങ്ങൾ അല്പം ബാക്കിയിരുന്ന ശർക്കരയും കൂടെ ഒഴിച്ച് പഴം അടിച്ച മിക്സിയിൽ ഒഴിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ലൂസായിട്ട് വേണം ഇരിക്കാനുള്ളത്, കട്ടിക്കിരിക്കരുത്. ബാക്കി ഇരിക്കുന്ന ശർക്കര കൂടെ ഞാൻ കുറേശ്ശെ ഒഴിച്ച് നമുക്കിതൊന്ന് മാവൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടുന്ന പരുവത്തിൽ തന്നെയാണ് ഇതിരിക്കുന്നത്. ലൂസായിട്ടാണ് ഇതേപോലെ നല്ല ലൂസായിട്ട് വേണം ഇരിക്കാനുള്ളത്. നമ്മൾ കയ്യിൽ ഒട്ടുന്നതെന്ന് കണക്കാക്കണം. നമുക്ക് കയ്യിൽ അല്പം വെള്ളം നനച്ചിട്ടൊക്കെ എണ്ണ നനച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഇങ്ങനെ ഇത്രയും ലൂസ് വേണം, നല്ല ലൂസ് വേണം. കയ്യിൽ ഒട്ടുന്ന കണക്കാക്കി ഇതേപോലെ വേണം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്നൊരു റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കാം. 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചാൽ മതി. അതിനുശേഷം എടുത്തിട്ടുള്ളതാണിത്. പിന്നെ ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങ മുറിച്ച് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ളതാണിത്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ കട്ടിയാണെന്ന് തോന്നുന്നെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ ശർക്കരയോ വെള്ളമോ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയിട്ട് പിന്നെ തീ കുറച്ച് വെക്കണം. ഞാൻ ആദ്യം ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റിനായിട്ട് എണ്ണ കറക്റ്റ് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ചൂടായാൽ പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലുമാണ് ഇടാനുള്ളത്, എന്നാലേ ഉള്ളു വേവത്തുള്ളൂ. ഈ ലോ ഫ്ലെയിമിലിട്ട് തയ്യാറാക്കാൻ ശ്രമിക്കുക. ഹൈ ഫ്ലെയിമിലിട്ടാൽ പുറമേ വെന്തും കരിഞ്ഞും പോവും, ഉള്ള വേവത്തുമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലൂസായിരിക്കുന്നത് കുഴപ്പമില്ല. നമ്മൾ കയ്യിൽ അല്പം എണ്ണയോ വെള്ളമോ എടുത്തിട്ട് നമ്മൾ മാവ് എടുത്താൽ മതി. നമ്മൾ എണ്ണയിലിടുമ്പോൾ കറക്റ്റ് ഷേപ്പിന് വന്നോളൂ. ഞാൻ ആദ്യം ഒരെണ്ണം ഇട്ട് നോക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക. നമ്മളെ ബോണ്ട തയ്യാറായി വന്നിട്ടുണ്ട്.
അധികം എണ്ണയൊന്നും കുടിക്കത്തില്ല ഈ ബോണ്ടയ്ക്ക്. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ തരിക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. പിന്നെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ബോണ്ട തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതേപോലെ എല്ലാം നമുക്കിതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെ ബോണ്ട തയ്യാറായി വന്നിട്ടുണ്ട്. നമ്മൾ കടയിലൊന്നും വാങ്ങേണ്ട, അഴുക്ക എണ്ണയിലൊന്നും ഉണ്ടാക്കേണ്ട, വീട്ടിൽ തന്നെ നല്ല എണ്ണയിൽ നമുക്കിതുപോലെ തയ്യാറാക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെയും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.